സ്വതന്ത്രമായി സ്വന്തം ബുദ്ധിയിൽ ദൈവാശ്രയമില്ലാതെ ഒരു പരിപാടിക്ക് പോകരുത്, ഒരു പണിയും ചെയ്യരുത്. കുടുംബജീവിതമാകാം, വീടാകാം, ബിസിനസ്സാകാം, ശുശ്രൂഷയാകാം, എന്തും ആയിക്കോട്ടെ. ദൈവം കൂടെ ഇല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളെ ഒരുമിച്ച് നമ്മളിങ്ങനെ കൂടി വന്നിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളിൽ പല ആളുകളെയും നേരിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷേ എന്താ പറയുക, നേരിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ ഉള്ളിൽ. നിങ്ങൾ ഇത്രയും ബ്ലെസ്സിങ് ടുഡേ സ്നേഹിക്കുന്നത് കൊണ്ടും ഇതിനോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടും ഇതിൻ്റെ പാർട്ട്നേഴ്സായിട്ടും സ്പോൺസേഴ്സായിട്ടും നിൽക്കുന്നത് കൊണ്ടും പ്രാർത്ഥന സഹകാരികളായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടും വെൽവിഷേഴ്സായിട്ട് തീർന്നിരിക്കുന്നതുകൊണ്ടും ഞങ്ങൾ എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കർത്താവ് കൂടുതൽ നിങ്ങളെ ഇനിയും ശക്തീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലും സ്വർഗത്തിലെ കർത്താവിൻ്റെ മഞ്ഞും മഴയും അയച്ച് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, ഒരു കോ സ്പോൺസർ എരൂരിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ തൻ്റെ ഭർത്താവ് ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി വഴികൾ തുറന്ന് അങ്ങ് മാനിക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ശനിയാഴ്ച ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ, പ്രവൃത്തികൾ തിരുവനന്തപുരം പട്ടണത്തിൽ നടക്കാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ വരുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക്. ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന വലിയ മീറ്റിംഗ് ഉണ്ട്. 3, 4, 5 3 ദിവസങ്ങളായിട്ട്. ഗുഡ് ഫ്രൈഡേ കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മുടെ വലിയ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ തന്നെ ശനിയാഴ്ച, അതായത് പാഷൻ വീക്കിൻ്റെ ശനിയാഴ്ച സ്പെഷ്യൽ മീറ്റിംഗ്, സെലിബ്രേഷൻ ഓഫ് ക്രോസ് എന്ന പേരിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്ന മീറ്റിംഗിലേക്ക് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഈ സമയത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ നമ്മൾ അല്പനിമിഷങ്ങൾ ആരാധനയിലേക്ക് കടക്കും. അതിനുശേഷം ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എൻ അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം, എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി. എന്നന്തരംഗമേ എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. വെൽക്കം ബാക്ക്.
ഇന്ന് മാർച്ച് 12 വ്യാഴാഴ്ച നിങ്ങളുടെ ഡയറി എടുക്കുക. ഈ ഡയറിയിൽ ഇങ്ങനെ ഒരു റിബണുണ്ട്, മാർക്കർ. അത് ഇന്നത്തേതിലെടുത്ത് വയ്ക്കുക. ഫോക്കസ് വേർഡ് കണ്ടോ? ദിസ് ഈസ് വണ്ടർഫുൾ. പ്രെയർ ഫൗണ്ടേഷൻ, പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ഹല്ലേലൂയ. പ്രെയർ ഫൗണ്ടേഷൻ, പ്രാർത്ഥനയുടെ അടിസ്ഥാനം. വാവ്. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തുക, പ്രെയർ ഫൗണ്ടേഷൻ, പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ഒത്തിരി പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, ഫേസ്ബുക്കിൽ ചെയ്യുക, അതുപോലെ ലൈവ് ചാറ്റിൽ ചെയ്യാം. 127 സങ്കീർത്തനം 1 വചനമാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. അൺലെസ് ദ ലോർഡ് ബിൽഡ്സ് ദ ഹൗസ്, ദ ബിൽഡേഴ്സ് ലേബർ ഇൻ വെയിൻ. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാധ്വാനിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ ചുമ്മാ. ഇതെല്ലാം ചുമ്മാ അധ്വാനം, വെറും പാഴ്വേലയാണ്. എൻ്റെ അർത്ഥം, ദൈവം നമ്മോടൊപ്പം പണിയണം. ഇനി എൻ്റെ ഡെക്ലറേഷൻ നോക്കുക, പ്രഖ്യാപനം. പ്രെയർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ് ഐ ബിൽഡ്. ഞാൻ പണിയുന്ന എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം പ്രാർത്ഥനയാണ്. ഹെവൻ പാർട്ട്നേഴ്സ് വിത്ത് മീ ഇൻ എവറി പ്ലാൻ. എല്ലാ പദ്ധതികളിലും സ്വർഗം എൻ്റെ പങ്കാളിയാണ്. അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ബൈബിൾ റീഡിംഗ് പ്ലാൻസ് എല്ലാം വായിക്കുക, ടിക്ക് ചെയ്യുക. പ്രെയർ ഫൗണ്ടേഷനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് നിങ്ങളുടെ പേജ് 4 ഡിവൈഡ് ചെയ്യുക. 4 പോയിൻ്റുകൾ എഴുതാൻ പറ്റിയ രീതിയിൽ ഓരോ ഡോട്ട് ഇട്ടാൽ മതി. 1, 2, 3 ഡോട്ട് ഇടുക. അതോടെ 4 അത് തിരിയും. അല്ലെങ്കിൽ ഉള്ള ലൈൻസ് ഏകദേശം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താലും മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ, ചുമ്മാ പറഞ്ഞെന്നുള്ളേ, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പ്രെയർ ഫൗണ്ടേഷൻ നമ്പർ 1. പ്രെയർ ഇൻവൈറ്റ്സ് ഗോഡ് ഇൻ ടു ദ ബ്ലൂ പ്രിൻറ്റ്. നമ്മുടെ കയ്യിലിരിക്കുന്ന രൂപരേഖയിലേക്ക് അല്ലെങ്കിൽ ബ്ലൂ പ്രിൻറ്റിലേക്ക് ദൈവത്തെ ക്ഷണിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ കയ്യിലൊരു പ്ലാനുണ്ട്. ആ പദ്ധതിയിലേക്ക്, പ്ലാനിലേക്ക് സർവശക്തനായ ദൈവത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് പ്രാർത്ഥന. 127 സങ്കീർത്തനം നമ്മളിപ്പോൾ വായിച്ചല്ലോ. Psalm 127 ഡസ് നോട്ട് ഡിസ്കറേജ് ബിൽഡിംഗ്. അപ്പോൾ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കും. അപ്പോൾ കർത്താവ് പണിയുന്നില്ല എന്നാൽ ഞാനും പണിയുന്നില്ല. അതല്ല അതിൻ്റെ അർത്ഥം. ഇറ്റ് വാൺസ് അഗെയിൻസ്റ്റ് ബിൽഡിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? വാസ്തവത്തിൽ സ്വതന്ത്രമായി, സ്വന്തം ബുദ്ധിയിൽ, ദൈവാശ്രയമില്ലാതെ ഒരു പരിപാടിക്ക് പോകരുത്, ഒരു പണിയും ചെയ്യരുത്. കുടുംബജീവിതമാകാം, വീടാകാം, ബിസിനസ്സാകാം, ശുശ്രൂഷയാകാം, എന്തും ആയിക്കോട്ടെ. ദൈവം കൂടെ ഇല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. ബാബേൽ ഗോപുരം, അടുത്തൊരു ബാബേൽ ഗോപുരം നമുക്ക് പണിയണ്ട. ഇറ്റ് വാൺസ് അഗെയിൻസ്റ്റ് ബിൽഡിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. അതാണ് മറക്കാൻ പാടില്ലാത്തത്. കാരണം അതിൽ പറഞ്ഞ അൺലെസ് ദ ലോർഡ് ബിൽഡ്സ്. കർത്താവ് പണിയുന്നില്ലെങ്കിൽ ചുമ്മാ പണിയാണ്. അപ്പോൾ പ്രെയർ ഈസ് ഹൗ വി ഇൻവൈറ്റ് ഗോഡ് ഇൻ ടു ദ ഡിസൈൻ ഫേസ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ബിൽഡിംഗ്, അതിൻ്റെ ഒരു ഡിസൈൻ ഫേസ് ഉണ്ട്. ഏത് ബിൽഡിങ്ങിനും ഒരു ഡിസൈൻ ഫേസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിലെ ഓരോരോ ബിൽഡിങ്ങുകളും പണിയുന്നതിന് മുമ്പ് ആദ്യം അതിൻ്റെ ഒരു ഡിസൈനിങ് ഫേസ് ഉണ്ടായിരുന്നു. വീടാകട്ടെ, എന്തും ആകട്ടെ, ഒരു ഫ്ലാറ്റ്, ഒരു ബ്രിഡ്ജ്, മെഗാ സ്ട്രക്ചേഴ്സ്, എന്തിനും ആദ്യത്തെ ഒരു സ്റ്റേജ് ഡിസൈനിങ് സ്റ്റേജാണ്. ആ ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ ദൈവത്തെ ക്ഷണിച്ചു വരുത്തണം. മോശെ സമാഗമന കൂടാരം പണിതത്, മക്കളെ വാ നമുക്കെല്ലാവരും കൊണ്ടൊന്ന് വരക്കാം. അപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ കോഴ്സ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? വാ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരൊക്കെ വാ. എനിക്ക് വരക്കാൻ അറിയാം, ഓക്കെ, ഓട്ടോ കാർഡ് എടുക്കുക. അപ്പോൾ നമുക്ക് ദൈവത്തിനൊരു വീട് പണിയാം. അങ്ങനെയല്ല ചെയ്തത്. മലമുകളിൽ കയറി 40 ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ദൈവം കാണിച്ചു കൊടുത്തതിന് പ്രകാരം, എന്ന് വെച്ചാൽ സ്വർഗത്തിലുള്ള ആലയത്തിൻ്റെ ഒരു ഇമേജ് ഒരു 3D ആയിട്ട് ദൈവം കാണിച്ചു കൊടുത്തു. മൂവി പോലെ കണ്ടിട്ട് അതിന് പ്രകാരം അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം കൊടുത്തു. ഈ ഫേസിൽ തന്നെ പണികളിലേക്ക് ദൈവത്തെ ഇൻവൈറ്റ് ചെയ്യണം. ജെയിംസ് ചാപ്റ്റർ 4:13 and 15.
യാക്കോബിൻ്റെ ലേഖനം 4:13-15. യു ought to say, if it is the Lord's will. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് കാശുണ്ടാക്കും. ഞങ്ങൾ പോയി ഇപ്പോൾ കാശുണ്ടാക്കും എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പാളീസ്. ദൈവമക്കൾക്ക് ഒത്തിരി പേർക്ക് പറ്റുന്ന, ഞാൻ ദുബായിൽ പോയി ബിസിനസ് ചെയ്യാൻ പോകും. ദുബായിൽ പോയി ബിസിനസ് ചെയ്യാൻ പോകും. ദുബായിലേക്ക് പോയി പലതും ചെയ്തു, പൊട്ടിപ്പാളീസായി. ചിലർ ജയിലിൽ കിടന്നു, ചിലർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ചിലർ ക്രെഡിറ്റ് കാർഡ് കേസിൽപ്പെട്ടു. ഭയങ്കരമായ പ്രശ്നങ്ങൾ പോകാറില്ലേ? പക്ഷെ ഡിസൈൻസ് പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ദൈവത്തെ വിളിച്ച് വരുത്തണം. കർത്താവിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചല്ലാതെ ഒരു പ്ലാൻ പൂർത്തിയാക്കരുത്, ചെയ്യരുത്. Proverbs 19:21. സദൃശ്യവാക്യങ്ങൾ 19:21. Many are the plans in a person's heart, but it is the Lord's purpose that prevails. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള പ്ലാനുകൾ, പദ്ധതികൾ ഏറെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ നിരൂപിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശമത്രേ നിലനിൽക്കുന്നത്. എന്തിനാണ് നമ്മൾ പാഴ്വേലയ്ക്ക് പോകുന്നത്? ദൈവം കൂടെയില്ലാത്ത, ദൈവം കൂട്ടിന് വരാത്ത, ദൈവം വിജയിപ്പിക്കാത്ത ഒരു പദ്ധതി എനിക്ക് വേണ്ട, ഒരു ബിസിനസ് എനിക്ക് വേണ്ട, അങ്ങനെയുള്ളൊരു വിവാഹ ജീവിതം വേണ്ട, അങ്ങനെയുള്ളൊരു പെൺകുട്ടി എനിക്ക് വേണ്ട, അങ്ങനെയുള്ള ചെറുക്കനെ എനിക്ക് വേണ്ട. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങളിൽ, പല പല പണികളിൽ ആദ്യം മുതലേ കർത്താവിനെ വിളിക്കണം. അതല്ലാതെ നമ്മളെല്ലാം പണിതുണ്ടാക്കിയിട്ട് കർത്താവ് വന്ന് എൻ്റെ വീടൊന്ന് പ്രാർത്ഥിച്ചനുഗ്രഹിച്ചതാ, ഇവിടെ വന്ന് താമസിക്കുന്നു പറഞ്ഞാൽ കർത്താവ് വരില്ല. ജെറമായ 29:12. ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 29:12. Then you will call me and I will listen to you. അപ്പോൾ നീ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും. So what is happening here? Prayer shifts us from self-directed effort to God-directed strategy. പ്രാർത്ഥന നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്? സ്വയമായി പ്രയത്നിച്ച് പരിപാടികൾ ചെയ്യുന്നതിൽ നിന്നും ദൈവമായി നിയോഗം നൽകുന്ന ചില പദ്ധതികളിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നതാണ് പ്രാർത്ഥന. ഏതെങ്കിലും ഒരു പദ്ധതി, അതിനൊരു കൺസൾട്ടൻസുമില്ല, ഒരു കൺസൾട്ടേഷനും ഇല്ലാതെ വൈദഗ്ധ്യമുള്ള ആളുകളിൽ നിന്നും ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെ പോയാൽ മതിയോ എന്നൊക്കെ ചോദിക്കാതെ വേഗത്തിൽ ചെയ്താൽ പണി വേഗത്തിൽ നടക്കും, ഇടക്കാലത്ത് വെച്ച് പണി നിന്നു പോകും. സോ കൺസൾട്ടേഷൻ സേവ്സ് കറക്ഷൻ. കൺസൾട്ടേഷൻ ഉണ്ടെങ്കിലോ ഇതിൻ്റെ കോഴ്സ് കറക്ഷനൊന്നും വേണ്ടിയില്ല. കാരണം അതത് സമയത്ത് വിദഗ്ധ സമിതി അത് നോക്കിയാണ് പോകുന്നത്. പ്രെയർ പ്രിവെൻസ് വേസ്റ്റഡ് എഫേർട്ട്. പ്രാർത്ഥന പാഴ്വേലയെ തടുക്കുന്നു. നമ്പർ 2 എഴുതുക. പ്രെയർ സ്ട്രെങ്തൻസ് ദ ഫൗണ്ടേഷൻ ബിഫോർ ദ സ്ട്രക്ചർ റൈസസ്. പ്രാർത്ഥനയുടെ അടുത്ത ഗുണമാണ് ഈ സ്ട്രക്ചർ പൊങ്ങുമല്ലോ. സ്ട്രക്ചറിൻ്റെ കൃത്യം മലയാളം എനിക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് അതിലൊക്കെ ഒന്നിട്ട്. ഘടന എന്നാണ് സാധാരണ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിക്കുന്ന ആ സ്കെലിറ്റൻ പോലെ പൊങ്ങുന്ന ആ സാധനം സ്ട്രക്ചർ. സ്ട്രക്ചർ ഉയരുന്നതിന് മുൻപ് അടിസ്ഥാനത്തെ ബലപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. എന്നുവെച്ചാൽ പ്രാർത്ഥന കൊണ്ടുള്ളൊരു അടിസ്ഥാനത്തിൻ്റെ മേൽ മാത്രമേ സ്ട്രക്ചർ പണിതിട്ട് കാര്യമുള്ളൂ. പ്രാർത്ഥന ആദ്യമാണ്. ഈ ഒത്തിരി പേരും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പാറ്റേൺ ഞാൻ പറയാം. അവരുടെ ജീവിതത്തിൽ സ്വന്തം ബുദ്ധി കൊണ്ടും പിയർ പ്രഷർ കൊണ്ടും അവനങ്ങനെ ചെയ്യുന്നു, ഇവളിങ്ങനെ ചെയ്യുന്നു, ആ കുടുംബം അങ്ങനെ ചെയ്യുന്നു, അമ്മാച്ചൻ അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് അതുമാത്രമല്ല സഭയിലെ പല വിശ്വാസികളും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങ് ചാടിപ്പുറപ്പെടുന്നു. പാതി വഴിയിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. കർത്താവേ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ തുടങ്ങും. അവർ ഇറങ്ങിപ്പോയ കുഴികളിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ കർത്താവിൻ്റെ കരുണയാൽ ആ കുഴി കിടന്ന് നിലവിളിച്ചാലും കർത്താവ് കേൾക്കുന്നു. കാരണം അപ്പനായിപ്പോയില്ലേ, നമ്മൾ രക്ഷിക്കാതിരിക്കാൻ സാധ്യമല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നെഹമായ, ബൈബിളിലെ നെഹമായ കുറിച്ചാണ് പറയുന്നത്. നെഹമായ പ്രേഡ് ബിഫോർ ഹി റീബിൽഡ്. പണി ആരംഭിക്കുന്നതിന് മുമ്പ് 4 മാസം പ്രാർത്ഥിച്ചു, എന്നിട്ടാണ് പണി തുടങ്ങുന്നത്. നെഹമ്യാൻ്റെ പുസ്തകം വായിക്കുക. ജീസസ് പ്രേഡ് ബിഫോർ ഹി ചോസ് ദ 12. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്
കർത്താവ് പ്രാർത്ഥിച്ചു, അതിനുശേഷമാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ യൂദാ പോലും തെറ്റിയിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട്, കർത്താവ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത്, കർത്താവ് ഒരു പ്രവാചകൻ, കർത്താവിന് മനസ്സിലായില്ലേ അവനെ തിരഞ്ഞെടുക്കാതിരുന്നാൽ പോരായിരുന്നു. ഇവിടെയൊക്കെയാണ് കർത്താവിൻ്റെ കരുണ, കൃപ ഇതൊക്കെ വരുന്നത്. നമുക്കും വല്ല യോഗ്യത ഉണ്ടായിട്ടാണ്. ഈ സ്വന്തമായ വില്ലിൽ നമുക്കെന്തും ചെയ്യാം. കർത്താവ് നമ്മളെ സ്നേഹിച്ച് തിരഞ്ഞെടുക്കുക. ഞാൻ കണ്ടിട്ടുള്ളൊരു എൻ്റെ അനുഭവമാണ് പറയുന്നത്, പുറത്ത് പറയേണ്ട. പ്രവാചകന്മാർ പ്രവചിക്കുന്ന ഞാൻ കണ്ടു, ഒത്തിരി വർഷങ്ങളായി കാണാറുണ്ട്. പ്രവചന ശുശ്രൂഷയുള്ളവർ ചിലരെ നോക്കി പ്രവചിക്കുക. അപ്പോൾ നമുക്ക് അവരുടെ ലൈഫ് അറിയാം. നേരെ പ്രാർത്ഥിക്കുകയോ മര്യാദക്ക് വിശുദ്ധിയിൽ ജീവിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകളാണ്. പക്ഷെ പ്രവാചകൻ വന്ന് വലിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പലരിയ്ക്കുക, സഭയിലുള്ള പലരിയ്ക്കുമ്പോൾ ഒരു പ്രവാചകൻ ഒരാളെ തലയിൽ വെച്ച് പ്രവചിക്കുകയാണ്. ഭയങ്കരമായ ദൈവം തന്നെ മാനിക്കും, ദൈവം തന്നെ ശുശ്രൂഷയിൽ വയ്ക്കും, ദൈവം തന്നെ അവിടെ വിദേശത്തുകൊണ്ടു, അതൊക്കെ പറയുമ്പോൾ ഇപ്പുറത്തെ ഒരാളിപ്പുണ്ട് വളരെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവഹിതമല്ലാത്തൊന്നും ചെയ്യാതെ നോക്കുന്ന ഒരാളെക്കുറിച്ച് കറക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നതെന്നിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ നോക്കും, കണ്ടോ ഇവൻ ഇങ്ങനെ നടന്നിട്ട് അവന് ഭയങ്കര ദൂത് കിട്ടി, ഇവന് ഇത്രയും ഇതായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ വന്നേ. ഇതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന് ഓരോരുത്തരോടും ഓരോ അപ്രോച്ചാണ്. മുഖപക്ഷമല്ല പറയുന്നത്. ഓരോ മക്കളോടും ഓരോ രീതിയിലല്ല. നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാലും ഡീലിങ്സിൽ വ്യത്യാസമുണ്ട്. ആൺകുട്ടികളോട് ഡീൽ ചെയ്യുന്നത് പോലെയല്ല പെൺകുട്ടികളോട് ഡീൽ ചെയ്യുന്നത്, വ്യത്യാസമുണ്ട്. അതില്ലെന്ന് പറഞ്ഞാലും ഉണ്ട്, അങ്ങനെ പറ്റൂ. സോ ഈ വ്യക്തിയെ ഒരുപക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് അവൻ്റെ ഉഴപ്പൻ സ്വഭാവം മാറി ദൈവം ഭാവിയിൽ വച്ചിരിക്കുന്ന ഒരു നല്ലതിലേക്ക് കൊണ്ടുവരാനുള്ള റിവാർഡ് മോട്ടിവേഷനായിരിക്കും അവിടെ കൊടുക്കുന്നത്. മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം ചെത്തി പഠിപ്പാക്കുന്നതാകാം. കാരണം ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി പഠിപ്പിക്കുക, അതൊരു പ്രൂണിങ് ആയിരിക്കുക. ഇത് തമ്മിൽ കമ്പയർ ചെയ്യരുത്. അതുകൊണ്ടാണ് യോഹന്നാൻ 20:21 അവസാനം വരുമ്പോൾ പത്രോസ് ചോദിക്കുന്നില്ലേ, ഇവനെന്ത് പറ്റും എന്ന് പറയുന്നത് ആകരുത്. കർത്താവിന് ദേഷ്യം വന്നിട്ടാണ് പറഞ്ഞു, ഞാൻ വരുമ്പോൾ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഇഷ്ടം, നിനക്കെന്താ, മൈൻഡ് യുവർ ബിസിനസ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് നെഹെമ്യായ chapter 1 verse number 4, he fasted and prayed before approaching the king. ഞാൻ നേരത്തെ പറഞ്ഞു, നെഹെമ്യാവ് അവിടെ കാണുന്നത് രാജാവിൻ്റെ അടുക്കൽ പോയി ലീവ് ചോദിക്കുന്നതിന് മുൻപ്, പദ്ധതികൾ തയ്യാറാക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ച് പ്രിപ്പയറായി ഫൗണ്ടേഷൻ ഇട്ടു. Psalm 20 and verse number 4, may he give you the desire of your heart and make your plan succeed. ദൈവം നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരട്ടെ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. സോ പബ്ലിക് സ്ട്രെങ്ത് ഈസ് ബോൺ ഇൻ പ്രൈവറ്റ് പ്രെയർ. സ്വകാര്യ പ്രാർത്ഥനയാണ് പൊതുവേദികളിലെ ശക്തി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സിറ്റികളിലേക്ക് വരുമ്പോൾ ഹൈ റൈസ് ബിൽഡിങ്സ് ഉണ്ട്, സ്കൈ സ്ക്രേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ 100 നില 150 നിലയ്ക്ക് ഉയരുന്ന വലിയ, അതിനെ പറയുന്ന അമ്പരചുംബികളായ ബിൽഡിങ്സ്, ആകാശചുംബികൾ എന്ന് പറഞ്ഞാൽ മുകളിൽ ആകാശത്തെ പോയി ചുംബിക്കുന്ന അത്രയും ഉയരമുള്ള പല കെട്ടിടങ്ങളും നമ്മൾ കാണാം. അതിൻ്റെ ഒരുപക്ഷെ അണ്ടർഗ്രൗണ്ടിലേക്കൊരു ഫ്ലോറോ ഒക്കെ ചിലപ്പോൾ കാർ പാർക്കിങ്ങിനൊക്കെ കാണും, ബേസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ L1 L2 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാണും. പക്ഷെ മുകളിലേക്കുള്ളതും ഇതാണ് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ മുകളിലേക്ക് എത്ര പോയിട്ടുണ്ട് അത്രയും തന്നെ താഴേക്ക് പോയിട്ടുണ്ട്, അതാരും കാണുന്നില്ല. താഴേക്ക് പൈൽസ് അടിച്ച് അല്ലെ പില്ലറുകൾ അടിച്ചടിച്ചടിച്ചടിച്ച് അതിൽ നിന്നാണ് ഇത് ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. സോ ആരും അത് കാണുന്നില്ലെങ്കിലും ബിൽഡിംഗ് മൊത്തം ഡിപ്പെൻഡ് ചെയ്യുന്നത് കാണാത്ത ഈ ഫൗണ്ടേഷനാണ്. ഇതുപോലെയാണ് പ്രേയർ ഈസ് അൺസീൻ ഡെപ്ത് ദാറ്റ് ക്യാരീസ് വിസിബിൾ വെയ്റ്റ്. കാണപ്പെടുന്ന ഈ വലിയ ഭാരം ചുമക്കുന്നത് കാണാതെ ആഴങ്ങളിൽ കിടക്കുന്ന പ്രാർത്ഥനയാണ്. ചുരുക്കി പറഞ്ഞാൽ, നീ നിൻ്റെ മുറിയിൽ കടന്ന്, മത്തായി 6:6 എൻ്റെ ഓർമ്മ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് ആരും കാണാതെ രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ
പരസ്യമായി അവൻ നിനക്ക് ഉത്തരം തരും. നമ്പർ 3, പ്രേയർ അലൈൻസ് അവർ ലേബർ വിത്ത് ഹെവൻസ് വിൽ. പ്രാർത്ഥന നമ്മുടെ അധ്വാനത്തെ സ്വർഗത്തിൻ്റെ ഹിതവുമായി കണക്ട് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു, ചേരുംപടി ചേർക്കുന്നു. 127-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ട ഒന്നാണ് ദ ലേബർ ഇൻ വെയിൻ, വൃഥ അധ്വാനിക്കുന്നു, അല്ലേ? സോ വെയിൻ ലേബർ ഈസ് നോട്ട് ലേസി ലേബർ. അതിൻ്റെ അർത്ഥം അവർ മടിയന്മാരായി അലസമായി അധ്വാനിക്കുന്നതല്ല. ഒരുപക്ഷെ സാധാരണ അധ്വാനിക്കുന്നതിനേക്കാൾ ഭയങ്കരമായി അധ്വാനിക്കുന്നതായിരിക്കും, പക്ഷേ പാഴ്വേലയാണ്. ഇറ്റ് ഈസ് മിസ്അലൈൻഡ് ലേബർ. സ്വർഗവുമായി ചേർച്ചയില്ലാത്ത അധ്വാനമാണ്. ചിലരുടെ ജീവിതത്തിൽ കണ്ടു കാണും, ഒത്തിരി ജോലി എടുക്കുന്നു, ഒത്തിരി പണിയുന്നു, പക്ഷെ അതിനനുസരിച്ചുള്ളൊരു ബ്ലെസ്സിങ് ഇല്ല. കണ്ടിട്ടുണ്ടോ? അതിന് കാരണം യഹോവ വീട് പണിയുന്നത്, അല്ലെങ്കിൽ കർത്താവല്ല പണിയുന്നത്, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്നല്ല പണിയുന്നത്. ഒറ്റയ്ക്ക് കിടന്ന് തുഴയുകയാണ്. പിന്നെ ഒരു തീരുമാനം എടുക്കണം, കർത്താവ്, ഞാൻ ഈ ഒറ്റയ്ക്ക് ഈ മല്ലടിക്കുന്ന പരിപാടി ഇല്ല, നീ എന്നോടുകൂടി ഇരിക്കണമേ. ഞാൻ പറയട്ടെ, രാത്രി മുഴുവൻ വല വീശിയിട്ട് ഒന്നും കിട്ടാതെ കാലി വഞ്ചും കാലി വയറും കാലി പോക്കറ്റുമായി കാലി ചട്ടിയും കലവുമായിട്ടിരിക്കുന്ന ശിഷ്യന്മാർ, യേശുവിൻ്റെ ഒരു വാക്കിൽ അവൻ സ്റ്റെപ്പിൻ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടൻ. ചിലരെ നോക്കി പരിശുദ്ധാത്മ പറയാണ്, പ്രൊഫറ്റിക്കായി ഞാൻ പറയാം, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു. ആയുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്ത ചിലത്, ശ്രദ്ധിക്കണേ, കർത്താവ് സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും നടക്കാൻ പോകുന്നത്. ജോൺ 15:5, യോഹന്നാൻ 15:5, അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കൊലോസിയൻസ് 1:29, പോൾ labored with all his energy working powerfully in him. ഇവിടെ ഭയങ്കര ഒരു സംഭവമുണ്ട്. പൗലോസ് തന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയാൽ അധ്വാനിച്ചു. അതിൻ്റെ അർത്ഥം ഒറ്റയ്ക്കല്ലായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് താൻ അധ്വാനിച്ചത്. മാത്യു 6:10, യോർ വിൽ ബി ഡൺ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. എല്ലാവരും പറ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്താൽ മതി. ലെറ്റ് യുവർ വിൽ ബി ഡൺ. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറട്ടെ. പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥനയും ഭാവവും നമുക്കുണ്ടെങ്കിൽ ഒത്തിരി റിഗ്രറ്റ്സ് വേണ്ട. തെറ്റിപ്പോയല്ലോ, അത് ചെയ്യണ്ടായിരുന്നു, ഇത് ചെയ്യണ്ടായിരുന്നു, എല്ലാം നഷ്ടമായി പോയല്ലോ. ഇങ്ങനെ കുണ്ഠിതപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന യു വിൽ ബി ഡൺ. പ്രെയർ അഡ്ജസ്റ്റ് അവർ മോട്ടീവ്സ് ആൻഡ് ഡയറക്ഷൻ. കാരണം പ്രാർത്ഥിച്ച് വരുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ ഭാവങ്ങളും ഒക്കെ, അതിൻ്റെ ഡയറക്ഷനൊക്കെ പരിശുദ്ധാത്മാവ് തിരിച്ചോളും. ഞാൻ ഒരു ഉദാഹരണം പറയാം. എല്ലാ യുവതീയുവാക്കന്മാരും പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കണം, പ്രായഭേദമന്യേ കേൾക്കണം. പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് കൊതിയുണ്ട്, നമുക്ക് അത് മാനുഷികമാണ്, പക്ഷെ ദൈവഹിതമല്ലായിരിക്കുക. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മിൽ നിന്നും സെൽഫ് ജനറേറ്റഡായിട്ട് വരുന്ന ആംബിഷൻസും ഡിസയേഴ്സും ഡ്രീംസും പതുക്കെ മാഞ്ഞ് ഫേഡ് ചെയ്ത് ഇറേസ് ചെയ്ത് അപ്രത്യക്ഷമാകും. എന്നിട്ട് പകരം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിലേക്ക് തെളിഞ്ഞ് വരും. ഇവിടെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യും. അതിനാണ് പ്രാർത്ഥനയുടെ ആവശ്യം. പ്രെയർ ഫൗണ്ടേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപക്ഷെ കപ്പലുകളിലൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് കമ്പസ്, വടക്ക് നോക്കി യന്ത്രം. നമ്മൾ ബൈക്കിലോ കാറിലോ ബസ്സിലോ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വടക്ക് നോക്കി യന്ത്രം ഇതിലൊക്കെ ഉണ്ട് കേട്ടോ, കമ്പസ് ഇതിനകത്തുണ്ട്, അതിൻ്റെ റാപ്പുണ്ട്. അത് വെച്ച് ഡയറക്ഷൻ നോക്കി അങ്ങനെയാണോ നമ്മൾ പോകുന്നത്? കപ്പലുകൾക്ക് അത് ആവശ്യമാണ്. കാരണം പുറംകടലിലൊക്കെ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു കമ്പാസ്, വടക്ക് നോക്കി യന്ത്രം, ഡസ് നോട്ട് മൂവ് ദ ട്രാവലർ. അതുള്ളത് കൊണ്ടല്ല ട്രാവലർ മുന്നിലേക്ക് പോകുന്നത്, അതിൻ്റെ അകത്ത് എൻജിനൊന്നുമില്ല. ബട്ട് ഇറ്റ് കറക്റ്റ്സ് ദ ഡയറക്ഷൻ. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ഈ വടക്ക് നോക്കി യന്ത്രമാണ് ഈ കപ്പലിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്.
കറക്റ്റായിട്ടുള്ള ദിശയിലേക്ക് അത് കൊണ്ടുപോകും. ഇതാണ് പ്രാർത്ഥന. പ്രേയർ കറക്റ്റ്സ് കോഴ്സ് ബിഫോർ ഡിസ്റ്റൻസ് ഇൻക്രീസസ്. അതിദൂരത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വേറെ ദിശയിലേക്ക്, വേറെ പോർട്ടിലോട്ട്, വേറെ ഹാർബറിലോട്ട് പോകുന്നതിന് പകരം ഈ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സൂചി അനുസരിച്ച് കൃത്യമായി അത് നിയന്ത്രിക്കുന്നു. നമ്പർ 4, പ്രേയർ സസ്റ്റെയിൻസ് വാട്ട് എഫേർട്സ് കനോട്ട്. അധ്വാനങ്ങൾക്ക് കഴിയാത്തത്, മാനുഷിക അധ്വാനങ്ങൾക്ക് കഴിയാത്തത് പ്രാർത്ഥന നിലനിർത്തുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ സ്ട്രെങ്ത് ഹാസ് ലിമിറ്റ്സ്. ശരിയാണോ? നമ്മുടെ കഴിവുകൾക്കും അധ്വാനങ്ങൾക്കും ഒക്കെ പരിമിതികളുണ്ട്. ബട്ട് പ്രേയർ കണക്ട്സ് ടു ദ ലിമിറ്റ്ലെസ് സപ്ലൈ. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തീരാത്ത ഒരു വലിയ സപ്ലൈയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഐസയ 40:31. യെശയ്യാവിൻ്റെ പുസ്തകം 40:31 എല്ലാവർക്കും അറിയാം. ദോസ് ഹു ഹോപ്പ് ഇൻ ദ ലോർഡ് റിന്യൂ ദെയർ സ്ട്രെങ്ത്. കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഫിലിപ്പിയൻസ് 4:6-7 മറക്കല്ലേ. ഫിലിപ്പ് ലേഖനം 4:6-7 വരെ. പ്രേ ആൻഡ് ദ പീസ് ഓഫ് ഗോഡ് വിൽ ഗാർഡ് യു. പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹീബ്രൂസ് 4:16 പറയുന്നത് അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ് ടു റിസീവ് ഹെൽപ്പ്. തക്ക സമയത്ത് സഹായം കിട്ടാൻ അവൻ്റെ കൃപാസനത്തിനടുക്കലേക്ക് സമീപത്തേക്ക് ഓടിച്ചെല്ലാൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥനയുടെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൈനീട്ടാം. കർത്താവ്, ഞങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ പ്രാർത്ഥന മനുഷ്യരാക്കി, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെല്ലാവരും മാറ്റണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നു. എല്ലാവരും പറ, പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, നീ അങ്ങനെ ഞങ്ങളെ വഴി നടത്തുന്നതിനായി നന്ദി. ഈ രണ്ട് കൈ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുക. ഞാൻ നിങ്ങളുടെ നേരെ പിടിക്കുന്നു. ഈ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ സിസ്റ്റുകൾ രൂപപ്പെട്ടിട്ടുള്ള, അതും കുറേ അധികം ഗ്രേപ്സ് ഒക്കെ ഉണ്ടല്ലോ, മുന്തിരിക്കുല പോലെ ചില സിസ്റ്റുകൾ ഇങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള വാതരോഗം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ, സൗഖ്യമുണ്ടാകട്ടെ. ദുശീലങ്ങളിൽ നിന്ന് പലരും പുറത്തു വരട്ടെ. ചെറുതും വലുതുമായ ദുശീലങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ഒരു വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ജനങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ഇന്നത്തെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ആരെങ്കിലുമൊക്കെ ഈ യൂട്യൂബ് ചാനൽ, ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. സോ ദാറ്റ് ഒന്നും നിങ്ങൾക്ക് മിസ്സാകില്ല. മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ.